ശബരിമല മോദിയുടെ മേൽനോട്ടത്തിൽ വരാൻ ജനങ്ങൾ തീരുമാനിക്കണം. സുരേഷ് ഗോപി. മോദിയുടെ മേൽനോട്ടത്തിൽ ശബരിമല വരണമെങ്കിൽ അതിന് ജനം തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അപ്പോൾ അവിടെ മോഷണം പോയിട്ട് ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാതെ വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിനു വേണ്ടി ശരിയായി വോട്ട് ചെയ്യുക എന്നത്. കോർപ്പറേറ്റീവ് ഫെഡറലിസം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭൂതമായാണ് ഞാൻ കാണുന്നത്. ശബരിമല കേന്ദ്രത്തിന് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ അത് പറ്റില്ല. മോദി ശബരിമല എടുക്ക് എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ശാസ്തമംഗലം വാർഡിൽ മുൻ DGP ശ്രീലേഖയ്ക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. 58 പേരുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ BJPക്ക് ആകണം. അല്ലാതെ വലിയ ഒറ്റകക്ഷി എന്നതിലൊന്നും ഞാൻ തൃപ്തനാകില്ല. 1, 2, 3 പേരൊക്കെ ആണെങ്കിൽ തട്ടിക്കളയാൻ പോലും അവർക്ക് രാഷ്ട്രീയ അധമ സംസ്കാരമുണ്ട്. കൊല്ലത്തെ അവസ്ഥ അറിയില്ലേ? കിരൺ ബേദിക്ക് സാധിക്കാത്തത് ശ്രീലേഖയ്ക്ക് സാധിക്കട്ടെ, സുരേഷ് ഗോപി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ കണ്ട ഒരു സ്വപ്നത്തെ ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രി അവഹേളിച്ചു. ഒളിമ്പിക്സ് ഭാരതത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ വരും. കേരളം അതിന് സജ്ജമാകണം. കേരളത്തിലെ സജ്ജതയുടെ മികവിലാണ് വേദിയുടെ കാര്യത്തിൽ തീരുമാനം വരേണ്ടത്. കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെയും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെയും അവസ്ഥ ഇപ്പോൾ എന്താണ്? ഗ്രീൻഫീൽഡ് പിന്നെയും ഭേദമാണ്. ഇന്ത്യയിൽ സുഗമമായി ഒളിമ്പിക്സ് നടന്നുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരുങ്ങണം. അവിടെയാണ് ട്രിപ്പിൾ എൻജിൻ സർക്കാരിൻ്റെ ഗുണം മനസ്സിലാകുന്നത്. ഒളിമ്പിക്സ് ഭാരതത്തിൽ സംഭവിക്കുമെങ്കിൽ കേരളത്തിലും വരണം. അതിന് തുടക്കം കുറിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നാകട്ടെ. ആറ്റുകാൽ പൊങ്കാലയുടെ അടുപ്പ് കൂട്ടുന്ന ചുടുകട്ട കൊണ്ട് സ്റ്റേഡിയം ഉണ്ടാക്കാനാകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനാധിപത്യ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചെമ്പ് തോണ്ടി നടന്നവരൊക്കെ എവിടെയാണിപ്പോൾ? ഒരു തോളിൽ കൈവച്ചതിന് നിങ്ങളെല്ലാവരും എൻ്റെ ഒറ്റുകാരായില്ലേ? എന്നിട്ടെന്തായി? ജനങ്ങൾ തീരുമാനിച്ചില്ലേ? ജനാധിപത്യ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. എയിംസ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാം. ആലപ്പുഴയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നോക്കണം. തൃശ്ശൂരിലെ ജനങ്ങൾ ചരിത്രരചനയാണ് നടത്തിയത്. എന്നാൽ അവർക്കാണ് അവകാശപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനൊരു നിലപാടാണ് പറഞ്ഞത്. ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആലപ്പുഴയിലാണ് യോഗ്യമായി വരേണ്ടതെന്ന് രാഷ്ട്രീയത്തിലോ പാർലമെൻറ്റിലോ ഞാൻ വരുന്നതിന് മുമ്പ് 2015 പ്രധാനമന്ത്രിയോടും നദ്ദയോടും പറഞ്ഞു. ആ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്നോട്ടെ, സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു.